CMR ലെക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണയെ പ്രതിരോധിക്കാനില്ല എന്നുള്ള CPIM നിലപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തുടർ പ്രതികരണം എന്താകുമെന്നുള്ളതാണ് ആകാംക്ഷ. പിണറായി വിജയനെതിരെയോ മുഹമ്മദ് റിയാസിനെതിരെയോ ED നീക്കം നടത്തിയാൽ പ്രതിരോധം തീർത്താൽ മതി എന്നാണ് പാർട്ടിയുടെ തീരുമാനം. വീണയ്ക്ക് പിന്തുണ നൽകാനുള്ള തീരുമാനത്തിൽ ചില നേതാക്കൾ എതിർപ്പുയർത്തിയതാണ് പുതിയ നീക്കത്തിന് പിന്നിലെന്നാണ് സൂചന. വിദേശത്തേക്കുള്ള പണമിടപാടിൽ വീണയ്ക്കെതിരെ ഫെമ കേസ് ഉടൻ വന്നേക്കും. റഹീസ് റഷീദുണ്ട് വിശദാംശങ്ങളുമായി. റഹീസ്, ഇപ്പോൾ ED കേസിൽ വീണ ടിക്ക് CPM പിന്തുണ ഇല്ല എന്നുള്ളതാണോ? രാഷ്ട്രീയ നേതാക്കളിലേക്ക് അന്വേഷണം എത്തുമ്പോൾ, പിണറായിലേക്കോ റിയാസിലേക്കോ അന്വേഷണം എത്തുമ്പോൾ പ്രതിരോധിക്കാമെന്നൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണോ പാർട്ടി? ഇത് പിണറായി വിജയന്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതാണ് ആകാംക്ഷ. കീർത്തന, അത് തന്നെയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടത്. കാരണം CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ ED വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് പറയാൻ കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് വിളിച്ചു ചേർത്ത നയവിശദീകരണ യോഗത്തിലാണ് ഇതുവരെ പാർട്ടി പറഞ്ഞിരുന്ന ലൈനിന് വിപരീതമായി വീണ ടിക്കെതിരെയുള്ള കേസ് അവർ തന്നെ നോൽക്കും എന്ന നിലപാടെടുത്തത്. അതിനുശേഷം ഭർത്താവെന്ന നിലയിൽ PA മുഹമ്മദ് റിയാസിലേക്കോ പിതാവെന്ന നിലയിൽ പിണറായി വിജയനിലേക്കോ പോയാൽ പാർട്ടി പ്രതിരോധിക്കും എന്നും പറഞ്ഞത്. പക്ഷേ ഇതുവരെ പാർട്ടി പറഞ്ഞുകൊണ്ടിരുന്നത് വീണ ടിക്കെതിരായ എല്ലാ നീക്കങ്ങളും പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ് വീണ ടിക്കെതിരെ നീക്കം നടക്കുന്നു, തൊട്ടു പിന്നാലെ പിണറായിയിലേക്ക് പോകുന്നു, അതുവഴി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു എന്നതാണ് EDയുടെ ലക്ഷ്യം. അതുകൊണ്ട് അതിനെ പാർട്ടി തുടക്കം മുതൽ പ്രതിരോധിക്കും എന്നതാണ്. ഇപ്പോൾ പക്ഷേ നിലപാട് മാറ്റമെന്ന് പറയുന്നത് ഒരു പക്ഷേ പാർട്ടിക്കകത്ത് അങ്ങനെ പൂർണ്ണമായും വീണയെ പിന്തുണയ്ക്കണോ, വീണയെ മാത്രം പിന്തുണയ്ക്കണോ എന്ന ചർച്ചകൾ ഒരുപക്ഷെ ഉയർന്നിട്ടുണ്ടാകാം. പുറത്ത് സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം അത്തരം ചർച്ചകൾ ഉണ്ടായിരുന്നു. CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയായി കോടിയേരി ബാലകൃഷ്ണൻ ഇരുന്ന സമയത്ത് മക്കൾക്കെതിരായ പലതരത്തിലുള്ള കേസുകൾ വന്ന സമയത്തൊക്കെ അത് അവർ ഒറ്റക്കൊറ്റയ്ക്ക് നോക്കുകയായിരുന്നു, അല്ലെങ്കിൽ പാർട്ടി ഒരു തരത്തിലും അതിനോട് അനുകൂല സമീപനം സ്വീകരിച്ചിരുന്നില്ല. പിന്നെ എന്തിനാണ് വീണയ്ക്കെതിരെ ഇത്തരം പാർട്ടി ഒന്നാകെ ഒപ്പം കൂടുന്നത് എന്ന ചോദ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഉയർന്നിരുന്നു. ഒപ്പം ഇപ്പോൾ CPM പറഞ്ഞ നിലപാടിന് ആണ് അവർ ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് ബിസിനസ്സാണ്, രാഷ്ട്രീയമല്ല എന്ന കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ വീണയുടെ കേസ് വീണ നോക്കട്ടെ എന്ന് പാർട്ടി തീരുമാനിക്കുമ്പോൾ അത് ഒരു ബിസിനസ്സാണ്, വീണയുമായി ബന്ധപ്പെട്ട മാത്രം കാര്യമാണ് എന്ന നിലപാടിലേക്ക് ആ പാർട്ടി മാറി എന്ന് വേണം കരുതാൻ.